ഹലോ, അസ്സാം വലൈക്കും. നമ്മളിപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കുറച്ച് വിശേഷമായിട്ടാട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ നീച്ച് ചായക്ക് വെള്ളം വെച്ച് ചായ പൊടിയിട്ട് തിളച്ച് മാങ്ങി വെച്ചു. പിന്നെ ഞാൻ ഉഴുന്ന് ദോശ ഇട്ടുണ്ടാക്കണത്. ഉഴുന്ന് ദോശ തലേന്ന് തന്നെ അരച്ച് വെച്ചതാണ്. ഉഴുന്നും അരിയും കുറച്ച് ചോറും ഇട്ട് കണ്ട് അരച്ച് വെച്ചതാണ്. അപ്പോൾ അത് ചുടുകയാണ്. മോൻ രാവിലെ നീച്ചെന്ന് ഒപ്പം ഇരിക്കണം. ഓനാന്ന് മാവൊക്കെ ഒന്ന് ഇളക്കണം. കുറച്ച് പണികളൊക്കെ ഹെൽപ്പ് ചെയ്ത് തരണം. ഒന്ന് കുറച്ച് നേരം ഒന്ന് ചെയ്ത് കൊടുക്കാഞ്ഞാൽ ഒപ്പം നമ്മളാ കയ്യിലൊക്കെ ഒന്ന് തൊടാൻ കൊടുക്കാഞ്ഞാൽ എന്താ പറയുക, ഇളക്കയിക്കാരം. അപ്പോൾ ആ ഇളക്കം രാവിലെ തന്നെ ഇളക്കം ആയിട്ട് നമ്മളെ പണി നടക്കൂലല്ലോ വിചാരിച്ചിട്ടാണ് അങ്ങനെ കയറ്റി എത്തേണ്ട ഒപ്പട്ടോ. ആ പണികളൊക്കെ കഴിഞ്ഞ് ചായ അടിച്ചാൽ നിൽക്കുകയാണ്. ചായ കഴിഞ്ഞിട്ട് വേണം പിന്നെന്താ അകടിച്ചേരി തുടക്കാനും തിരുമ്പാൻ തട്ടി കൊട്ടാനൊക്കെ ഉണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരോ പോക്കും ഇതൊക്കെ അല്ലേനാ. അപ്പോൾ വരിയിലെ പണി കാര്യമായിട്ട് എടുക്കാനൊന്നും സമയം കിട്ടലില്ല. അടുക്കളയിൽ ചോറും കറി ഉണ്ടാക്കും, ഒന്ന് അടിച്ചേരി പോകും, പിന്നെ അത്രയൊക്കെ തന്നെ നേരം കിട്ടലുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നല്ലോണം തട്ടി കൊട്ടി നന്നാക്കണം വിചാരിച്ചിട്ടാണ് ഇങ്ങനെ രാവിലെ തന്നെ തിരക്കിട്ട് പണിയെടുക്കാം കേട്ടോ. അപ്പോൾ പുറത്ത് 2 കല്ല് വെച്ച് കാണും. ഈ പുറത്ത് കച്ചറ വിറക് അതും ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഉണങ്ങി കിടക്കണം. അപ്പോൾ അതൊക്കെ ഇട്ട് കാണും ഇങ്ങനെ ചോറ് അവിടെ വെക്കാലോ എന്ന് കരുതി കാണും പുറത്ത് വെച്ചിടിപ്പിച്ചേക്കാണ്. ഔത്തായ എന്താ അറിയോ, ഔത്ത് പുകയാണ്. അവിടെയൊക്കെ എൻ്റെ അളയാങ്ക ചെയ്ത് തന്നാണ്. ചുമരുമലൊക്കെ ഇങ്ങനെ ടൈൽസിൻ്റെ പൊട്ടതൊക്കെ ഇങ്ങനെ വെച്ചേക്കാണ്ട് അടുക്കള മൊത്തം അളയാങ്കാൻ്റെ ഒരു ഇതിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ എപ്പോഴും നമ്മൾ നന്നാക്കണമെങ്കിൽ എപ്പോഴും ഇങ്ങനെ നല്ലോണം വെള്ളവും ഇതൊക്കെ വേണ്ടേ. അപ്പം ഞാൻ എപ്പോഴെങ്കിലൊക്കെ അവിടെ ഉണ്ടാക്കലുള്ളൂ. അധികം ഞാൻ വേനൽക്കാലം ഫുള്ള് ഇങ്ങനെ തന്നെ ചെയ്യലിട്ടോ. ചോറേ കാര്യമായിട്ട് വെക്കുള്ളൂ. പിന്നെ അതേമാതിരി ഗോതമ്പോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറേരി കഞ്ഞിയോ ഗോതമ്പോ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതേമാതിരി വെക്കും, കല്ലുമ്മ വെക്കും. കുറച്ച് ചേരിയൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ അതൊക്കെ ഇട്ട് കാണിട്ട് വിറകുണ്ടാകുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും. വിറകില്ലാഞ്ഞാൽ പിന്നെ ഗ്യാസുമ്മ തന്നെ ഇട്ടാ. അപ്പോൾ രാവിലെ ചായ ഉണ്ടാക്കണ അടിയിൽ തന്നെ ഞാൻ ചോറിന് വെള്ളമൊക്കെ വെച്ചിരുന്നു. അങ്ങനെ ചായയുടെ കഴിഞ്ഞപ്പോഴത്തേന് ചോറ് എന്തോ ഊറ്റാട്ടോ. അത് ഊറ്റി വെച്ചാൽ പിന്നെ അതിക്കൊരു പച്ചക്കായൻ്റെ കൂട്ടാൻ, പിന്നെ അയൽവാസി പച്ചക്കായ എന്നീനു. അപ്പോൾ അതുകൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കി വെച്ചുകാണ്ട് എല്ലാം കൂടി എടുക്കാൻ പിന്നെ സമയമില്ല കേട്ടോ. കറിയൊന്നും ഉണ്ടാക്കാൻ പിന്നെ ഒന്നും കിട്ടിയിട്ടുമില്ല. അപ്പോൾ പച്ചക്കായ ഉപ്പേരി വെച്ചുകാണ്ട് ഞാൻ മറ്റുള്ള പണികൾക്കൊക്കെ പോവുകയാണ്. പണി പറഞ്ഞാൽ പലതും ഉണ്ട്. തട്ടി കൊട്ടാനും മാറാനും കുറേ തിരുമ്പാൻ, താത്താൻ്റെ മോള് ഹോസ്പിറ്റലിലായിട്ട് അങ്ങോട്ടൊക്കെ പോക്കായതുകൊണ്ടേ അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ആ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തേക്ക് കേട്ടോ. അടുക്കളയാണ് നന്നാക്കി വെച്ചാൽ പിന്നെ കൂട്ടാൻ. അപ്പോൾ പണിയെടുക്കണ ഇടയിൽ കൂടിയാണ് ഇപ്പോൾ മോൾക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു. ഓളുണ്ടേനു ഇവിടെ 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിനു. അപ്പോൾ പിന്നെ ഓക്കും വേണം ചോറ് വേഗം കൊണ്ടുപോകും. പച്ചക്കായൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. പച്ചക്കായും പരിപ്പും കറിയും വെക്കുക, പച്ചക്കായ ഉപ്പേരിയും വെക്കുക. ഉണ്ടാകുമ്പോൾ എല്ലാം ഒപ്പാക്കല്ലേ. മീൻ കറി, മീൻ പൊരിച്ചത്, മീൻ വറ്റിച്ചത് പറഞ്ഞതിൽ പച്ചക്കായ കറി, പച്ചക്കായ ഉപ്പേരി ഇട്ടോ. നല്ല രസമാണ് പച്ചക്കായ ഉപ്പേരിയും പച്ചക്കായും പരിപ്പും കൂടിയും കറി വെച്ചാലൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ പുതിയാപ്പിളക്ക് കൂട്ടാൻ പറ്റിയ ഒരു പച്ചക്കറിയാണ്. അപ്പോൾ അതും കൂടിയാണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഔത്തേക്കാണ് പോവുക. ഇഷ്ടംപോലെ പണികളുണ്ട്, തിരുമ്പാനും ഇതൊക്കെ അർജൻറ്റായി ഇങ്ങനെ ഓരോ പണി ഇങ്ങനെ ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഇപ്പം ഇന്ന് മോള് പോകില്ലാന്ന് കരുതി തന്നെ. പെട്ടെന്ന് മോള് പറഞ്ഞുമ്പോൾ അന്ന് പോകേണ്ടി വരും, അവിടെ നിന്ന് വിളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ മെസ്സേജ് ഇന്ത്യക്കും വരും കേട്ടോ, എൻ്റെ ഫോണിലേക്കും വരും കേട്ടോ ഓരോ മെസ്സേജ്. അപ്പോൾ അങ്ങനെ ഓള് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ ഓളും പോകാനുള്ള ഓരോ ഒരുക്കങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ ആകെ ടെൻഷനും ആയി. ഓള് 2 ദിവസം നിൽക്കാൻ വിചാരിച്ച് വന്നതേനു. അപ്പോൾ അതിനും പറ്റിയിട്ടില്ല. പെട്ടെന്ന് പോകാറുമ്പോൾ നമുക്കൊരു സങ്കടമാണല്ലേ. അങ്ങനെ അപ്പം ഞാൻ കറിയൊക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ. ഉപ്പേരി ഉണ്ടാക്കണത് എല്ലാം കൂടി ഞാൻ തീരെ കാണിക്കണില്ല. എല്ലാം കൂടി ഒരു ആകെ 8 മിനിറ്റ് എല്ലാം കൂടി എങ്ങനെ കാട്ടിയിട്ടുണ്ടെങ്കിൽ കുറേ ലെങ്ത്ത് കൂടും വീഡിയോസ്. അപ്പം ഞാൻ അതൊന്നും ഉണ്ടാക്കണമൊന്നും വല്ലാതെ കാണിക്കണില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അടുക്കളയിലെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇപ്പം ഞാൻ തട്ടിക്കൊട്ടി പിന്നെ ബെഡ്ഷീറ്റും ഇതൊക്കെ മാറ്റി കേട്ടോ. കുറേ ദിവസമായി അതൊക്കെ വിരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ തട്ടിക്കൊട്ടി തിരുമ്പാൻ കൊണ്ടുപോവുകയാണ്. കല്ലുമ്മ തിരുമ്പിയാൽ തന്നെ നല്ല നിറം കിട്ടുള്ളൂ. ഓൻ്റെ ഡ്രസ്സുകളൊക്കെ അധികം ഒരു വെള്ളമൊക്കെയാണ് കളറുകളൊക്കെ. അവയൊക്കെ കല്ലുമ്മ തിരുമ്പണം. മോളും വന്നപ്പോൾ ഏതായാലും ഇങ്ങോട്ട് പോരില്ലേ ഇറങ്ങാണ്ട് ഓളും കുറച്ച് തിരുമ്പാനൊക്കെ ഉള്ള കയറ്റി പോന്നിന്. അവിടെ തന്നെ തിരുമ്പലൊക്കെ. അപ്പോൾ വെള്ള ഡ്രസ്സുകളൊക്കെ ഓളതുള്ളത് ഓളും തന്നെ അതൊക്കെ ഞാൻ പറയും അവിടുന്ന് തിരുമ്പിയാൽ നന്നാവില്ല, ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി അറിയും. അങ്ങനെ വെള്ളങ്ങളൊക്കെ ഓൾ ഇങ്ങോട്ട് കൊണ്ടുവരലാണ് കേട്ടോ. അതൊക്കെ ഞാൻ തിരുമ്പി കൊടുക്കും.
നല്ലോ മാറാലുണ്ട്. ഇതിൽ വീഡിയോയിൽ കാണുന്നില്ല, നല്ല മാറാല, ചെടിച്ചട്ടിമ വരെ മാറാല മൂടിയിരിക്കുകയാണ്. എപ്പോഴും തട്ടൽ നിങ്ങൾ തന്നെ കാണല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ തട്ടുന്നവരുണ്ട്. മാറാലൊരു വൃത്തികേട് അതിങ്ങനെ കാണുമ്പോൾ. അതിനൊക്കെ ഒഴിഞ്ഞ സമയമാണ്. ഇങ്ങനെ സ്പെഷ്യലായിട്ട് അടുക്കളയിലെ ചോറും കറിയും എല്ലേതും ആയി വരുമ്പോഴത്തേന് പിന്നെ ഇതിന് നേരം ഉണ്ടാവില്ലല്ലോ നമുക്ക്. അപ്പോൾ അതൊരു സ്പെഷ്യലായിട്ട് അർജൻറ്റായിട്ട് ഉണ്ടാക്കും. എന്നിട്ട് അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇതിനൊക്കെ നിൽക്കുള്ളൂ കേട്ടോ. അങ്ങനെ നിന്നതിൻ്റെ ശേഷമാണ് പോൾ പോവുക എന്നൊക്കെ പറയുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്കൊന്നും പോകണില്ല. ഓരോ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിട്ടൊന്നുമില്ല. പിന്നെ ചെറിയ ഏട്ടത്തി വിളിച്ചിന് പോരണ ചോറും കറിയൊക്കെ ഞാൻ ഉണ്ടാക്കിയിരിക്കണം, നമ്മൾ പോകല്ലേ ബസ്സിന് കൊണ്ടുപോകുമ്പോൾ സാധനമൊക്കെ പിടിച്ചാണ് ഗതിയുടെ ഇക്കാരജ് പോരെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിന്. അപ്പോൾ ഞാൻ പറഞ്ഞോടി ഞാൻ 2-3 ദിവസമായിട്ട് ഇങ്ങനത്തെ കെട്ടി ഓരോരോ പണിയിലായിട്ട് ഒരു ഒഴിവ് വെച്ച് കിട്ടിയിട്ടില്ല. അപ്പം ഇന്ന് പണിച്ച് ഏതായാലും നേരമില്ല, ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞൊക്കെയാണ്. കുറേ വട്ടോട് വിളിച്ചു നോക്കിയിരുന്നു. അപ്പം ഞാൻ ഇന്ന് പോയിട്ടൊന്നുമില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഒത്തുമില്ല കേട്ടോ, കുഴപ്പമൊത്തുമില്ല. പിന്നെ തുടക്കുക പറഞ്ഞാൽ തുണി കൊണ്ട് തുടക്കുക പറഞ്ഞാൽ മഫില്ലായിട്ടൊന്നല്ല, മഫോണും തുടക്കേണ്ടത് ഈ കാട്ടുണ്ട്. തുണി കൊണ്ട് തുടക്കുക പറഞ്ഞാൽ ഈ തായാരം ഞാൻ ആദ്യം ഇപ്പോഴാണ് വീഡിയോക്ക് വേണ്ടി കാണിക്കൊന്നും അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്യൽ കേട്ടോ. തായാരം ഞാൻ പിന്നെ തുണി കൊണ്ട് തന്നെ തുടക്കൽ. അതിനായിട്ടൊരു തുണി കഷ്ണങ്ങൾ കണ്ടിട്ട് അവിടെ ആ സ്റ്റെപ്പ് മടടും. അതേപോലെ പുറത്താ ചെറിയ അടുക്കളയില്ല, ചോറും കറിയൊക്കെ ഉണ്ടാക്കണം, അടുപ്പും വീതനൊക്കെ ഉള്ളിടത്തേ അവിടെയും പിന്നെ ഞാൻ തുണി കൊണ്ടാണ് തുടക്കലിട്ടാ. തായാരി അടുക്കളയും ഒരു തുണി കഷ്ണം അവിടെ എൻ്റെ പഴയ മാക്സിയോ ടീഷർട്ടോ അങ്ങനത്തെ ഒക്കെ ഉണ്ട്, അതായിട്ട് തുടക്കും എന്നും. അതിനായിട്ട് ആ പറ്റ കയറി നുരുമ്പി പോകുമ്പോൾ വേറെ ഏതെങ്കിലും കിടക്കലാണ്. ആകെ മാത്രം ഞാൻ മഫ് എടുക്കലുള്ളൂ കേട്ടാ. പിന്നെ പുറത്തേക്കൊന്നും ആ മഫ് കൊണ്ടുപോകില്ല. അപ്പോൾ ഒറ്റൊരിതായിട്ട് വീശിയാൽ തന്നെ വൃത്തികേടാവില്ല. അതിന് മാത്രമല്ലേ എടുക്കുകയുള്ളൂ നമ്മൾ. ആ തുടച്ച വെള്ളമൊക്കെ അവിടെ ചെടിക്കൊക്കെ കുറേശ്ശാണ് ഒഴിച്ചു കൊടുത്താൽ പിന്നെ ഒഴിക്കാത്തോടെ നമുക്ക് വൈകുന്നേരം അരിയൊക്കെ വെള്ളം ഇതൊക്കെ നമ്മൾ എടുത്ത പോലെ ആ വെള്ളം കൊണ്ടൊക്കെ വൈകുന്നേരം പാരലാട്ടെ നനക്കാൻ പാരലാണ്. ഇന്നും ഉണ്ട് ഈ പണിയൊക്കെ കഴിച്ച് വെച്ച് കാണേണ്ട വീഡിയോ പിന്നെ അപ്ലോഡ് ചെയ്തിട്ട് വേണം പോവാൻ. എന്നും ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മളൊരു കൂട്ടുകാരിൻ്റെ വീട്ടിൽ നിന്ന് ഭയങ്കര പരിപാടിയാണ്, കുടുംബശ്രീൻ്റെ വലിയൊരു പരിപാടിയാണ്. ഞങ്ങളോട് നാളെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അത് വലിയ പരിപാടി രാവിലെ 10 മണിയാകുമ്പോൾ തുടങ്ങിക്കൊണ്ട് രാത്രി 10 മണി വരെ ഉണ്ട്. 2 നേരത്തെ ഫുഡൊക്കെ ഉണ്ട്. അപ്പോഴേക്ക് പോകും വേണം. അപ്പോൾ തിരക്കിട്ട് ഓരോ പണി എടുക്കുക കേട്ടോ. നമ്മളൊരു ദിവസത്തെ പണി എങ്ങനെ എടുക്കുക വെച്ചാൽ രാവിലെ നീച്ച് സുബീസ്കാരം കഴിഞ്ഞാൽ നേരെ അടുക്കളയിൽ കൊണ്ട് വരിക, വന്നുകാണ്ട് പിന്നെ ചായയും കടി ഉണ്ടാക്കുക, അതിൻ്റെ ഇടയിൽ കൂടി തന്നെ ചോറ്റിന് വെള്ളം വെക്കുക, അത് ചുടിപ്പിച്ചുക, അരിയും ഇടുക. പിന്നെ ആ ചായയും കടിയും കുടിച്ചാകുമ്പോൾ തന്നെ ആ ചോറ് റേഷൻ പീടികത്തെ അരിയല്ല, അത് തിളച്ചാൽ വേവണ അരിയാണ് ഊറ്റി വെക്കുക. പിന്നെ അകടിച്ചേരി തുടക്കുക, തിരുമ്പുക, പിന്നെ കൂട്ടാൻ എന്തെങ്കിലും ആ കൂട്ടാൻ ഉണ്ടാക്കി വെക്കുക, അതാട്ടോ. പിന്നെ തിരുമ്പി കുളിച്ചുക, അതന്നെ നമ്മളെ ഒരു ദിവസത്തെ പണി കേട്ടോ. പിന്നെ വൈകുന്നേരത്തിന് വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നമ്മൾ ചായയും കടിയും കുടിച്ചലില്ല വൈകുന്നേരമേ. അപ്പോൾ പിന്നെ രാത്രിയല്ലേ പിന്നെ കഴിക്കൽ. ആ രാത്രി നമ്മൾ ഉച്ചക്ക് എന്താണോ ഉണ്ടാക്കിയത് ആ ബാക്കിയുള്ളത് രാത്രിയും കഴിക്കുക. അപ്പോൾ പിന്നെ ഉച്ചൻ്റെ ശേഷമുള്ളതൊന്നും കാണിക്കാനില്ലല്ലോ. മോൻ തായേരി ഇന്ന് പാളിയൊക്കെ കൊണ്ട് എന്താ അറിയുക, ഞാൻ തുടച്ചോടത്തൊക്കെ ചവിട്ടാൻ അയക്കണില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുക, പേടിച്ച് നിൽക്കണം തായേരി തന്നെ. ഓനെ കാലുമ്പോൾ നിറച്ച് ചളിയല്ല, മുറ്റത്ത് നടക്കുകയല്ല. അപ്പോൾ ഈ തുടക്കൽ കജാതാണ് കയറല്ല എന്ന് പറഞ്ഞിട്ട് മാറിക്കണം അവിടെ. അപ്പോൾ എല്ലാം പണി ഏകദേശമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം മോള് പോകാനായിക്കണം, അപ്പോൾ ഓളൊക്കെ ഒന്ന് യാത്ര ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.